അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പൊ ചെറിയൊരു യാത്രയായിട്ടാണ് വന്നിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർക്കാണ് പോകുന്നത്. ട്രെയിനിലാണ്. നല്ല സ്പീഡായിട്ടുള്ള ട്രെയിനാന്ന് പറഞ്ഞു. ഇപ്പൊ 1:25 ട്രെയിനാണ്. നല്ല സ്പീഡ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പണ്ടത്തെ പോലെ അല്ല, നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ഇവിടെ കുറെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഒക്കെ കെട്ടി പിന്നെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു ഹൈടെക് എന്ന് വെച്ചാൽ ഹൈടെക് മോഡൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന റോഡൊക്കെ പൊളിച്ചു. ഇപ്പൊ ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും അച്ഛൻ നമുക്ക് തൃശ്ശൂർക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അച്ഛൻ പോയിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അവിടെ നോക്കിയാൽ സ്കൂട്ടറുകളൊക്കെ നോക്കിയാൽ വെയിലത്ത് ഈ ഭാഗത്തുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അതിന് മുകളിൽ കൂടെ ഷെഡൊക്കെ വരുമായിരിക്കും. അല്ല കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലേ, പണി നടന്നുകൊണ്ടിരിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും ഷെഡും കാര്യങ്ങളൊക്കെ വരും വെയിലുള്ളോണ്ടിരിക്കാനായിട്ട്. അപ്പൊ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ മണ്ണത്തൂരും എല്ലാം മാറ്റമുണ്ട്. ഇനി പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കും, അടിപൊളിയാവും എന്തായാലും. അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പ്ലാറ്റ്ഫോമിന് അങ്ങോട്ടൊന്ന് പോവാം. അപ്പോ ഇതാണ് പ്ലാറ്റ്ഫോം, ആദ്യത്തെ പ്ലാറ്റ്ഫോം. ഇവിടെ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇതിപ്പോ പോകാനുള്ളതല്ല, കുറച്ച് കഴിഞ്ഞെന്തെങ്കിലും പോകുള്ളൂ. നമ്മുടെ ട്രെയിൻ അപ്പുറത്തെ പ്ലാറ്റ്ഫോം, അപ്പുറത്തെ ട്രാക്കിലാണ് നടക്കുന്നത്. തൃശ്ശൂർക്ക് പോകണം. ഗുരുവായൂർക്കല്ല, തൃശ്ശൂർക്ക് പോകുന്ന ട്രെയിന് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. ശബ്ദം കേട്ടില്ലേ? അപ്പൊ നമ്മളിപ്പോ ട്രാക്കിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പോണ വഴിയുണ്ട്. നമുക്ക് നേരെ ട്രെയിനിൽ കയറാനുള്ളതിന്റെ നമ്മൾ ആ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, നല്ല ചൂടുണ്ട്. അതെ, വെയിലുള്ള ചൂടുണ്ട്. രണ്ട് ട്രെയിൻ ഉണ്ട്. രണ്ടാമത്തെ ട്രെയിൻ നമുക്ക് അതെ അതെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ കാണുന്ന പച്ച ട്രെയിനാണ് നമ്മുടെ ട്രെയിന് അല്ലേ? അതല്ലേ? അത് എടപ്പള്ളി വരെ ഉള്ളൂ. എടപ്പള്ളി വരെ ഉള്ളൂ. എറണാകുളം വരെ എറണാകുളം എടപ്പള്ളി സ്റ്റോപ്പ് വരെ ഉള്ളൂ. എടപ്പള്ളി വരെ ഞാൻ ചോദിച്ചോടെ. എടപ്പള്ളി രാവിലെ 6:00 ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ പോകും എറണാകുളം വരെ പോകും. ഇത് എടപ്പള്ളി വരെയാണെന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ നമ്മുടെ ട്രെയിന്. ഇപ്പൊ നമുക്ക് അടുത്തേക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിൻ. പറഞ്ഞല്ലോ, പച്ച കളർ നല്ല കിടക്കാച്ച് ബോഗിയാണ് കാണാനായിട്ട്. എല്ലാ രസമുണ്ട്. അപ്പൊ ഇത് ചൂടായിക്കൊണ്ടിരിക്കട്ടോ. കാരണം 1:13 1:25 ട്രെയിൻ എടുക്കുക. അപ്പൊ നല്ലോണം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സീറ്റിന് തപ്പി തപ്പി ഇങ്ങനെ പുറകിലോട്ട് പോകേണ്ട അവസ്ഥയായി. അതെ അതെ ആൾക്കാര് അമ്പലത്തിൽ വന്നിട്ട് റിട്ടേൺ പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇനി അതെ നമുക്കിനി കുറച്ച് യാത്ര ഉണ്ട് അങ്ങോട്ട്. ട്രെയിൻ കുറച്ച് പോയി ഇങ്ങനെ ഓരോരോ പോയി കഴിഞ്ഞ് പോകാനായിട്ട്. പിന്നെ ഇതിന് ഇടയ്ക്ക് എന്താ വെച്ചാല് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, ചേർക്കാർ അങ്ങനെയൊക്കെ ഇല്ലേ, ചേർക്കാർ ഉണ്ടാവും. പാസഞ്ചർ ട്രെയിനാ, സൂപ്പർ ഫാസ്റ്റ്, നല്ല സ്പീഡാ. കാരണം 45-40 മിനിറ്റ് കൊണ്ട് എത്തുന്ന ഗൂഗിളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്പീഡാ. നമുക്ക് എന്തായാലും അതിനോട് നല്ല വെയിലുണ്ടല്ലോ. BR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് നടന്ന് ഒരു ബോഗി കിട്ടി. നമ്മളതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇവിടെ സംഭവം എന്താ വെച്ചാൽ അത്യാവശ്യം ആൾക്കാരുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യണ്ട. അപ്പൊ ആൾക്കാര് 3 സീറ്റ് ഉണ്ടാവല്ലോ, 2 സീറ്റ് ഇരിക്കും. ഇവിടെ ഒരാൾ സീറ്റ് ഇരിക്കും. അപ്പൊ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇരിക്കാൻ ബുദ്ധിമുട്ടോ. അങ്ങനെ 4-5 സീറ്റായിട്ട് ഇരിക്കും. അങ്ങനെ നല്ലോണം തിരക്കുണ്ട് ഇപ്പൊ ഇവിടെ. കഷ്ടപ്പെട്ട് അവിടെ പുറകെ വരെ പോകേണ്ടി വരും. പക്ഷെ അതിനായിട്ട് നല്ലത് കുറച്ച് കഴിയുമ്പോൾ ഗ്യാപ്പിട്ടിരിക്കണ ഏറ്റവും നല്ലത്. അപ്പത്തെ നമുക്ക് സീറ്റ് കിട്ടും. Engine humming a sweet tune underneath the afternoon. Mile markers disappear. Let my worries fade from here. Got that golden sun upon the glass, watching all the world roll past. This open road's a peaceful friend. അപ്പോ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് സ്പീഡിൽ ഇങ്ങനെ എടുത്തില്ല. ഇതൊന്ന് ബ്രേക്ക് ആക്കി സ്ലോ ആക്കി. അല്ല അതെങ്ങനെ നിയമം അങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് മാറ്റി സാധനമില്ലേ കഴിഞ്ഞു. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്, റെയിൽവേ ക്രോസ്. അപ്പൊ അവിടെ എത്തുമ്പോ ഒന്ന് സ്ലോ ആക്കും. പക്ഷെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, മുകളിൽ കൂടെ പാലൊക്കെ വന്നോണ്ട് സുഖമാണ് വണ്ടികളൊക്കെ പോകാനായിട്ട്. അതല്ലെങ്കിൽ പിന്നെ ആൾക്കാർ പാസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ സ്പീഡിൽ ട്രെയിൻ എടുക്കും, എന്നിട്ട് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള നിങ്ങൾക്ക് അത് അറിയെങ്കിൽ കമന്റ് ഇടോട്ടെ എല്ലാവരും. അതെ, വണ്ടി സ്റ്റേഷൻ കഴിഞ്ഞാല് പതിയെ സ്ലോ ആക്കി പിന്നെ സ്പീഡിൽ എടുക്കുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോ ട്രെയിൻ നല്ല സ്പീഡിൽ കത്തിച്ചിട്ടോണ്ടിരിക്കട്ടോ. ഇപ്പൊ നല്ല കുൽക്കൊക്കെ ഉണ്ട്, നല്ല സ്പീഡാ. ഓണൊക്കെ അടിച്ച് അങ്ങ് വിട്ടുപിടിച്ചിരിക്കുക. അതായത് അരമണിക്കൂറിൽ എത്തണല്ലോ, അരമണിക്കൂർ 3/4 മണിക്കൂർ 45 മിനിറ്റ് കൂടി പോയി അതിനുള്ളിൽ എത്തണം. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. കുലുക്കവും ശബ്ദവും കാറ്റും
നമ്മുടെ ഈ വാതിൽ എല്ലാവർക്കും അറിയാമല്ലേ, റെയിൽവേ ട്രെയിനിന്റെ വാതില്, അത് കാറ്റത്ത് പടക്കവും ശബ്ദമൊക്കെ ഉണ്ട്, അത് പെട്ടെന്ന് പേടിക്കുന്നു. വിളിക്കണ്ടില്ലേ, കത്തിച്ച് വെക്കണ്ടി. Engine humming a sweet tune underneath the afternoon. Mile markers disappear. Let my worries fade from here. Got that golden sun upon the glass, watching all the world roll past. This open road's a peaceful friend, a journey that I hope won't end. Yeah, this is freedom, plain and true, just me and this endless sky of blue. Engine humming a sweet tune underneath the afternoon. Mile markers disappear. Let my worries fade from here. Got that golden sun upon the glass, watching all the world roll past. This open road's a peaceful friend, a journey that I hope won't end. Yeah, this is freedom, plain and true, just me and this endless sky of blue. അപ്പൊ ശോഭാ സിറ്റിയുടെ ഈ പുറകാണ് കണ്ടില്ല, കാണുന്നത് കണ്ടില്ലേ, ശോഭാ സിറ്റി അല്ലേ? ശോഭാ സിറ്റി ഉണ്ട്, ശോഭാ സിറ്റിയുടെ പുറകുവശാണ്. അപ്പൊ നമ്മൾ അടുത്തെത്തി അല്ലെ? നമ്മള് പൂങ്കുന്നത്തറയായി. ശോഭാ സിറ്റി ആണ്. ശോഭാ സിറ്റിയുടെ ബാക്ക് വശാട്ടത്. ഫ്രണ്ടേജ് വേറെ ലെവല. നമ്മള് കാണിച്ചിട്ട് വീഡിയോ സിറ്റി തന്നെ ശരിക്കും. അപ്പൊ സാധാരണ ഇവിടെ എത്തിക്കാനാ നിർത്തിയിടാറില്ലേ? ഇവിടെ ഏതോ ഒരു ഭാഗത്ത് നിർത്തിയിടൂല്ലേ? അത് ഇവിടെ നമ്മുടെ പൂങ്കുന്നം എത്താറാകുമ്പോ ട്രാക്കിലേക്ക് കയറുമ്പോ ചിലപ്പോ ഷൊർണൂർ വണ്ടി വരുന്നുണ്ടാവും. അപ്പോഴാണ് പിടിച്ചിടുക. പക്ഷെ ഇപ്പൊ പിടിച്ചിട്ടില്ലല്ലോ. പിടിച്ചിട്ടില്ല. എത്താറാ അവിടെ ഉള്ളൂ. അവിടെ ഒരു റെഡ് കളർ വീട് കണ്ടെങ്കിൽ അതെ, അടിപൊളി. അപ്പൊ നമുക്ക് പൂങ്കുന്നെത്താറായി. അപ്പൊ ഇനി കുറച്ച്, അതായത് 45 മിനിറ്റ് യാത്രയാണ്. ഇത് ഒരു തരത്തിലും മടുപ്പിക്കില്ല മനുഷ്യനെ. ഈ ഗുരുവായൂർ 15 മിനിറ്റ് ഉള്ളു അല്ലേ? നമ്മള് 1:30 വണ്ടി എടുത്തത്. 1:25 45 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റ്. ഞാൻ 45 മിനിറ്റാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ സോറി ഗൈസ്, അപ്പൊ 45 മിനിറ്റ് അല്ല, വെറും 15-20 മിനിറ്റ്. 20 മിനിറ്റുള്ളിൽ നമ്മള് തൃശ്ശൂർ എത്തും. 45 മിനിറ്റ് വേണ്ട, ഒട്ടും മടുക്കില്ല അല്ലെ? 45 എത്തുണ്ടാവും പറഞ്ഞു. 1:45 എത്തേച്ച്. ഞാൻ ആ ഒരു മൈൻഡിലിരുന്നു. ശരി ശരി, വണ്ടി എടുത്ത് 1:45 തൃശ്ശൂർ എത്തും. ശരി, 1:55 എത്തുന്നു പറഞ്ഞു. പൂങ്കുന്നത്തിന്റെ അവിടേക്ക് തിരിയാൻ വേണ്ടിട്ടുള്ള ട്രാക്ക് തിരിയാൻ വരെ, അതാണ് വണ്ടി സ്ലോ ആക്കിയത്. ഇനിയിപ്പോ തിരിഞ്ഞ് ഷൊർണൂരിലെ വണ്ടികൾ വരണമെങ്കിൽ മാത്രമേ ഈ വണ്ടി പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അത് പെട്ടെന്ന് എത്തുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വരുന്നുണ്ടെങ്കിൽ മാത്രം, സിഗ്നലുണ്ടെങ്കിൽ മാത്രം. എന്നുള്ള റൂട്ടാണല്ലോ, എന്നും ഒരേ വണ്ടിയാണല്ലോ വരുന്നത്. ചില വണ്ടികൾ വന്ദേ ഭാരത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടികൾ എക്സ്പ്രസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്റർസിറ്റി ഇതൊക്കെ ഷൊർണൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര് അങ്ങനെ പോകുന്ന വണ്ടികളുണ്ടാവും. അത് ഏതെങ്കിലും ലൈറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ വണ്ടി പാസ് ചെയ്യൂ. അല്ലെങ്കിൽ അവർക്ക് അറിയാം ഈ ടൈമിൽ വണ്ടി ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ മാത്രമേ പിടിച്ചുള്ളൂ. ഈ ഗുരുവായൂർക്ക് വന്ദേ ഭാരത് വരില്ലല്ലോ, കാരണം അവിടെ വെച്ച് തീർന്നല്ലോ. ഗുരുവായൂർ തീർന്നു. അപ്പൊ ഷൊർണൂർ അങ്ങോട്ട് പോകും. ഗുരുവായൂർ, കുറ്റിപ്പുറം, തിരുനാവായ റൂട്ട് കറക്റ്റ് ആവുകയാണെങ്കിൽ വരും. കാരണം അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ആലപ്പുഴ വണ്ടി, കോട്ടയം വണ്ടി പറഞ്ഞ പോലെ ഗുരുവായൂർ വഴി, ഷൊർണൂർ വഴി അങ്ങനെ വരും. തീർത്ഥാടന യാത്ര അവർക്കാണല്ലോ അത്യാവശ്യം ആൾക്കാർ വരുമല്ലോ. അതെ, അങ്ങനെ വണ്ടി നിർത്തിടാൻ തോന്നുന്നുണ്ടല്ലേ? ബ്രേക്ക് ആക്കുന്നുണ്ട് എന്തായാലും. അത് ട്രാക്കിലേക്ക് കയറണ്ടേ? അതെ അതെ, പോകുന്ന ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി. ഇപ്പൊ നമ്മളങ്ങനെ പൂങ്കുന്നെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് സ്റ്റേഷൻ. രസമൊക്കെ കാണാനായിട്ട്. സ്റ്റേഷന്റെ നമ്മുടെ ഈ കാണുന്ന ഇതില്ലേ, ഒരു പാത, അതിന് അടുത്തടുത്തായിട്ട് തന്നെ കുറെ വീടുകളുണ്ട്. ചിലപ്പോ വീടുകൾ വന്നതിന് ശേഷം ചിലപ്പോ ഇതേപോലെ ട്രാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോ. കണ്ടില്ലേ പോകുന്നത് 2 കണ്ടല്ലോ, 2 മഞ്ഞ കൂട് പുറമുണ്ട്. കണ്ടില്ലേ, രസമൊക്കെ തൊട്ടടുത്ത് തന്നെ വീട്. ഇവർക്കൊക്കെ എന്ത് രസമല്ലേ? ഇപ്പൊ പെട്ടെന്ന് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടുന്ന് വണ്ടി കയറി പെട്ടെന്ന് പോവുകയും ചെയ്യാം. നിർത്തി പിടിക്കേണ്ട ആവശ്യമില്ല. അടിപൊളി. കണ്ടില്ലേ, കുറെ ഉണ്ട് കേട്ടോ. കുറെ ഉണ്ട്. ഇപ്പോൾ അടുത്തടുത്ത് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി, സൂപ്പറാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലേ,
കൊള്ളാടി. അപ്പൊ നമ്മൾ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. തൃശ്ശൂർ എത്തി. അപ്പൊ എന്തായാലും കൊള്ളാം, നല്ലൊരു യാത്രയായിരുന്നു. ഓ, ഇവിടെ സ്പീഡാക്കി ഇവിടെ എത്തിയിട്ടും ബ്രേക്ക് കണ്ട് പിടിക്കും ഇപ്പൊ. കണ്ടോ എന്തോരം ആൾക്കാരല്ലേ യാത്രയ്ക്ക് കണ്ടിരിക്കണ. അടിപൊളി. അപ്പൊ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. തൃശ്ശൂർ എത്തി. ആണല്ലേ പറയാനായിട്ടില്ല. തൃശ്ശൂർ എത്തി എന്ന് പറയുന്നുണ്ട്. ഗുരുവായൂർ സ്പീഡ് പാസഞ്ചർ. ഇപ്പൊ പതുക്കെ കുറച്ച് 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 അപ്പൊ നമ്മള് ഇന്ത്യൻ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? 2-3 പോക്കറ്റ് വ്യത്യാസമല്ല, 2-3 പോക്കറ്റ് വ്യത്യാസം മാത്രമല്ല. തൃശ്ശൂരിന് എന്തോരം ആൾക്കാരെന്നറിയോ ട്രെയിൻ കാത്തേക്ക് ഏത് സമയത്ത് ആൾക്കാരുണ്ടാവും അല്ലേ? അതെങ്ങനെ മെയിൻ റൂട്ടാണ്. നമുക്ക് ഇറങ്ങാൻ. അപ്പൊ നമ്മള് തൃശ്ശൂർ വന്ന് ലാൻഡ് ചെയ്തു നമ്മള്. അപ്പൊ നമുക്ക് ഇനി എൻട്രി അങ്ങോട്ട് പോണം. ഇനി അങ്ങോട്ട് പോയി വെക്കാം. നമുക്ക് അങ്ങോട്ട് പോട്ടെ. അപ്പൊ കൊള്ളല്ലേ, അടിപൊളിയായിരുന്നു ട്രെയിൻ. എന്തായാലും സൂപ്പറാണ്. സ്പീഡിലെത്തി. എത്ര ഇപ്പൊ 20 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ നമ്മൾ തൃശ്ശൂർ എത്തി. നല്ല സ്പീഡല്ലേ? നല്ല സ്പീഡാണ്. അപ്പൊ യാത്ര 1:25 അവിടെ നിന്ന് എടുത്തതാ. 1:50 25 മിനിറ്റ് 25 മിനിറ്റ് നമ്മൾ എത്തിയത്. പിന്നെ വേറെ എന്താ വെച്ചാൽ ഇപ്പൊ ഇത് കൂടെ ഒക്കെ വഴിയുണ്ട് ഇപ്പൊ. കാരണം ഇവിടെ റെയിൽവേയുടെ പണി നടക്കുക. ഓട്ടോ സ്റ്റാൻഡ് അവിടെ അവൈലബിൾ ആണ്. റെയിൽവേ സ്റ്റേഷൻ പണി നടക്കുക. നമ്മുടെ അവിടെ അത് ഗുരുവായൂരും അത് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമ്മള് വന്ന തൃശ്ശൂർ ട്രെയിൻ ആട്ടോ അത്. ഇനി നേരെ എടപ്പള്ളിയിലേക്ക് എടപ്പള്ളി വരെ ഉള്ളത്. ഓ ബൈ ബൈ സെക്കൻഡ് ക്ലാസ് ട്രെയിൻ. അത് അതിൽ എഴുതിയല്ലേ സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ് അല്ലാത്തതാണ് സെക്കൻഡ് ക്ലാസ്. ഗുരുവായൂർ, തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം, അങ്ങനെ കായംകുളം അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് എന്താ പറയുക, ഇത് രാവിലെ മുന്നേ, അതായത് നമ്മുടെ ഈ കൊറോണയ്ക്ക് മുന്നേ ഒരു പുനലൂർ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയാണ് പോകുന്നത്. അതെ പോയത്. കുറെ ലിൻറ്റും കാണിച്ചു പോയത്. അപ്പൊ നമ്മള് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ നമ്മളെത്തി. അപ്പൊ എന്താ നല്ല യാത്രയായിരുന്നു, ട്രെയിനിന്റെ യാത്ര. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടല്ലോ വെച്ചാ. തൃശ്ശൂര് ചെറിയൊരു യാത്ര, അതുപോലെ ചെറിയൊരു കുറച്ച് പർച്ചേസിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂര് എന്ന് പറഞ്ഞാൽ ശരിക്കും തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പൊ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ആൾക്കാർക്ക് പല സ്ഥലത്തുനിന്ന് വരുന്നവർക്കാണ് അവർക്ക് ഈ ട്രെയിൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തൃശ്ശൂർ വരെ ട്രെയിൻ സർവീസും അതുപോലെ എടപ്പള്ളി, എറണാകുളം വരെ ട്രെയിൻ സർവീസും ഭയങ്കര സൗകര്യപ്രദമാണ്. ഒന്ന് കാശ് കുറവാണ്, രണ്ടാമത് സുഖകരമായിട്ടുള്ള യാത്രയാണ്. തുക്കുംതിരക്കോ കുത്തിക്കുലുക്കോ ഒന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് വന്ന് ഇങ്ങനെ സഞ്ചരിച്ചു പോവാം. ഇപ്പൊ നമ്മള് തൃശ്ശൂരിന്ന് ഗുരുവായൂർ തൃശ്ശൂർക്ക് വെറും 10 രൂപയുള്ള ഒരാൾക്ക് സുഖമായിട്ട് ഇവിടെ വന്നിറങ്ങാം നമുക്ക്. പിന്നെ എന്താ വെച്ചാൽ തൃശ്ശൂർ വന്നു കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് 4 ഭാഗത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും എല്ലാ സൗകര്യം അതിലും സൗകര്യമാണ്. നമ്മൾ എറണാകുളത്ത് എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, എടപ്പള്ളി അല്ല എറണാകുളത്ത് എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അതിലും സൗകര്യം. മെട്രോ ബസ്, മെട്രോ ട്രെയിന്, മെട്രോ വാട്ടർ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷൻസ് ആണ് ഇത് കംപ്ലീറ്റ്. ഒരു നല്ല സൗകര്യം എല്ലാവർക്കും. ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ അതെ, ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുരുക്കം ഇറങ്ങി ഞങ്ങള്. കാരണം നമുക്ക് തന്നെ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതേ എക്സ്പെൻസ് ഒന്നും വരില്ല. അപ്പൊ ഇനി തൃശ്ശൂരൊക്കെ വടക്കുന്നാഥൻ, അതുപോലെ അവിടെ തൃശ്ശൂർ റൗണ്ട് ഒക്കെ ഒന്ന് കറങ്ങാണ്ടല്ലേ. അതെ, അത് കഴിഞ്ഞ് വൈകുന്നേരം ആവുന്നത് 7:30 മണിയാകുമ്പോ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. 8:10 8:15 ഒരു ട്രെയിൻ ഉണ്ട്. ഗൂഗിൾ ഞാൻ നോക്കിയായിരുന്നു. അത് ആദ്യം ഉണ്ടായിരുന്ന 6:50 വൈകുന്നേരം 6:50 തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് ഗുരുവായൂർക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് കൊറോണ വന്നതിന് ശേഷം ആ സാധനം നിന്നുപോയി. ഇത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തപ്പോ അത് 8 മണി 8:15 ആയി അല്ലേ? 8 മണി 8. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ട്രെയിനുകളൊക്കെ കുറഞ്ഞു. പിന്നെ ടൈം മാറ്റി. പിന്നെ പുതിയ ട്രെയിനുകളൊക്കെ വന്നിട്ടുണ്ട് തൃശ്ശൂർ ഗുരുവായൂര്. എന്നാല് രാവിലെ 5 മണിക്കൊക്കെയാണ്. രാവിലെ 5 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്, 6 മണിക്ക് ഒരു ട്രെയിൻ. ടൈമൊക്കെ മൊത്തത്തിൽ മാറി. എന്തായാലും സർവീസ് ഉണ്ട്. ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്ന് രാത്രിയത്തെ ട്രെയിനിൽ നമുക്ക് റിട്ടേൺ അങ്ങോട്ട് പോവാം. നമുക്ക് എന്താ പറയാ,
ഗുരുവായൂർക്ക് പോകാം നമുക്ക്. അപ്പൊ ഞങ്ങളൊന്ന് യാത്രയൊക്കെ ചെയ്തിട്ട് അപ്പൊ നമുക്കൊന്ന് അത് പോരാല്ലേ? നമുക്കിട്ട് വരാം. അപ്പൊ നമുക്ക് ഒന്ന് കറങ്ങിട്ട് അപ്പൊ നമ്മള് പർച്ചേസും കാര്യങ്ങളും കണ്ടില്ലേ, പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. 8:10 ട്രെയിനാണ്. സമയം 7:10 1 മണിക്കൂർ മുമ്പ് കയറി. പെട്ടെന്ന് തീർന്നു. 1:25 ആകുമ്പോൾ തൃശ്ശൂർ എത്തിയാണല്ലോ. 6 മണിക്കൂർ 7 മണിക്കൂർ നേരം കിട്ടി പർച്ചേസ് ഒക്കെ ചെയ്തിട്ട്. അച്ഛൻ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയാം. അപ്പോൾ പർച്ചേസ് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 6:30 ആയപ്പോൾ വടക്കുന്നതിൽ കുറച്ചേരം ഇരുന്ന് പിന്നെ ഒരു 7 മണിയായപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോയി. 7:10 ആകുമ്പോൾ എടുത്ത് പറഞ്ഞല്ലേ, 7:10 ആകുമ്പോൾ എത്തി. അപ്പോൾ ഇത് ചായ ഞങ്ങൾ ഓർഡർ ചെയ്തു കണ്ടില്ലേ, റെയിൽവേ ടീ എല്ലാവർക്കും അറിയാലോ, മറ്റേ സാധനമൊക്കെ ആയിട്ട് ഉണ്ടല്ലേ, ആവശ്യം മധുരം കടുപ്പമൊക്കെ നമുക്ക് അളവിനനുസരിച്ച് ഇങ്ങനെ നോക്കി അത് കറക്റ്റാക്കാൻ പറ്റുന്ന സംഭവമാണ് അത്. അച്ഛൻ നമ്മൾ തൃശ്ശൂരൊക്കെ കറങ്ങി, നമ്മൾ തേക്കൻകാട് മൈതാനത്തൊക്കെ പോയി, നമ്മുടെ എക്സിബിഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അവിടെ നിന്ന് പോകുന്നത് ഞങ്ങളിപ്പം 8:10 ഈ വണ്ടി എടുക്കുക കേട്ടോ. 7:15 അപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയിരിക്കുകയാണ്. ഒരു ചായ കുടിക്കാൻ ഭയങ്കര, പുറത്ത് നമുക്ക് കടകളിൽ നിന്നും ചായ അങ്ങനെ ചില സ്ഥലങ്ങളിലില്ല. കാരണം അറിയാലോ, ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം കാരണം ഇവിടെ ചായ അങ്ങനെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ചായ കുടിക്കാൻ വെച്ചു. ചായ കുടിക്കാൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 8:54 കറക്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ പോയ അതേ സമയം തന്നെ തിരിച്ചെത്തി. അങ്ങനെ അടിപൊളി യാത്രയായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് 1:25 ഇറങ്ങിയത്, നമ്മൾ വൈകുന്നേരം 8:45 ആകുമ്പോൾ രാത്രി. കൊള്ളാം, നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അയ്യോ അല്ലൊക്കെ വെയിലും അതെ. അപ്പൊ നമ്മൾ തൃശ്ശൂർ പോയത് കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂര്. നമുക്ക് പറഞ്ഞല്ലോ പർച്ചേസിങ് മാത്രമല്ല കുറച്ച് പേരുണ്ടെന്ന്. അപ്പൊ അതിന്റെ കുറച്ച് സ്പെഷ്യൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Engine humming a sweet tune underneath the afternoon. Mile markers disappear.